Hi everyone, this is Rinsi from Grow Malayalam channel. 2024 തുടങ്ങിയപ്പോഴേക്കും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി വലിയൊരു മൈൽ സ്റ്റോൺ നേടിയിട്ടുണ്ട്. അതെ, ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM 50 ട്രില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവോ, ഏകദേശം 50 വർഷം എടുത്തു മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിക്ക് അവരുടെ ആദ്യത്തെ 10 ട്രില്യൺ എന്ന മാർക്കിലേക്ക് എത്താൻ. പക്ഷെ ജസ്റ്റ് ഒരു വർഷം കൊണ്ടാണ് 40 ട്രില്യൺ 50 ട്രില്യണിലേക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി കയറിയത്. സോ ഇങ്ങനെ പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കൂടാനുള്ള കാരണം എന്താണ്? ആക്ച്വലി ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ ആളുകളുടെ ഇടയ്ക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഫൈനാൻഷ്യൽ അവയർനെസ് ഒക്കെ നല്ലപോലെ കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. സോ ഇതൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന് കാരണമാക്കിയിട്ടുള്ള കുറച്ച് മെയിൻ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇന്നിപ്പം ഇന്ത്യയിൽ ബെസ്റ്റ് ടാക്സ് സേവിങ് ഓപ്ഷനിൽ ഒന്നാണ് ELSS, അതായത് ഇക്വിറ്റി ലിങ്ക് സേവിങ് സ്കീം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് ഹൈ എക്സ്പോഷർ ഉള്ള കുറച്ച് ടാക്സ് സേവിങ് ഓപ്ഷനിൽ ഒന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ടാക്സ് സേവ് ചെയ്യാനായിട്ട് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം SIP ഓപ്ഷൻ വഴി നമുക്ക് റെഗുലർലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനെ മറികടന്നിട്ടുള്ള ടോപ്പ് 5 ELSS ഫണ്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ let's begin today's video. ഇന്ന് നമ്മൾ ടോപ്പ് 5 ELSS ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കും മുമ്പ് എന്താണ് ആക്ച്വലി ELSS ഫണ്ട്സ് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ഇക്വിറ്റി ലിങ്ക് സേവിങ് സ്കീം അല്ലെങ്കിൽ ELSS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. സെബിയുടെ നിയമപ്രകാരം ELSS ഫണ്ട് അവരുടെ ടോട്ടൽ അസറ്റ് കുറഞ്ഞത് 80% ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങളിപ്പം ELSS ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മുകളിൽ നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 80C കീഴിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. സോ ഇതുവഴി നമ്മുടെ ടാക്സബിൾ ഇൻകം നമുക്ക് കുറയ്ക്കാനും അതുവഴി നമ്മുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പം ELSSന്റെ ഒരു മെയിൻ ഫീച്ചർ വരുന്നത് ഇവിടെ നമുക്ക് 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡാണ് വരുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റിന് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നമ്മളിപ്പം സെക്ഷൻ 80C കീഴിൽ വരുന്ന ബാക്കിയുള്ള ടാക്സ് സേവിങ് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ലോക്ക് ഇൻ പീരീഡ് ELSSന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് നോക്കുന്ന ഇൻവെസ്റ്റർക്ക് കുറച്ചും കൂടി നല്ലൊരു ലിക്വിഡ് ഓപ്ഷനാണ് ELSS ഫണ്ട്. അപ്പോൾ ELSS ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ സെക്ഷൻ 80C കീഴിൽ ടാക്സ് ഡിഡക്ഷൻ മാക്സിമം 1.5 ലക്ഷം രൂപയാണ്. സോ ELSS ഫണ്ടിൽ നമുക്ക് ഈ ഒരു തുക നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടാക്സ് സേവിങ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റിലാണ്, അതുപോലെ തന്നെ ടാക്സ് നിങ്ങൾ ഓൾ ടാക്സ് റെജിമാണ് എടുക്കുന്നതെങ്കിൽ ആനുവലി 46,800 രൂപ വരെ. ഇനി നമുക്ക് 10 ഇയർ റിട്ടേൺസിൻ്റെ ബേസിൽ ടോപ്പ് 5 ELSS ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കോൺ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 9.82%, അദാനി പവർ ലിമിറ്റഡ് 7.24%, ഓറോ ബിന്ദോ ഫാർമ 6.2%, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 5.44%, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 5.41%. ഇനിയിപ്പോൾ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന PSU 70.8%, ഫൈനാൻഷ്യൽ സർവീസസ് 17.5%, മെറ്റൽ ആൻഡ് മൈനിങ് 16.5%, ഓയിൽ ഗ്യാസ് ആൻഡ് കൺസ്യൂമർ ഫ്യൂൾസ് 15.7%, ഹെൽത്ത് കെയർ 13.2%. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഈ ഒരു ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 1, 3, 5 അതുപോലെ തന്നെ ഫണ്ട് തുടങ്ങി അന്ന് തൊട്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിന്ന് ഉള്ള മൊത്തം റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അപ്പോൾ ഈ ഒരു ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്ന് 17.7%. അടുത്ത ബീറ്റയാണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് റിലേറ്റീവ് ആയിട്ട് ഫണ്ടിൻ്റെ റിസ്ക് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. ഇപ്പോൾ ഫണ്ടിൻ്റെ ബീറ്റ 1 കുറവാണെങ്കിൽ മാർക്കിനേക്കാളും ലെസ് റിസ്കി ആയിരിക്കും. അപ്പോൾ കോൺ ELSS ടാക്സ് സേവർ ഫണ്ട് ബീറ്റ വരുന്നത് 1.11 അപ്പോൾ ഇത് കാണിക്കുന്നത് മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആണെന്നാണ്. അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺ മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന എക്സസ് റിട്ടേൺസ് ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.65 അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.65 ടൈം എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ PTR അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് ഫണ്ട് മാനേജേഴ്സ് എത്ര ഇടപെട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്ന റേഷ്യോ ആണിത്. അപ്പം ഈ ഒരു ഫണ്ടിൻ്റെ PTR വരുന്നത് 162%. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോയിൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് അടുപ്പിച്ച് മാറ്റുന്നുണ്ടെന്നാണ്. സോ പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കൺസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ കോൺ ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.76%.
ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഫണ്ട് വരുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 4.9%, SBI 4.6%, കാനറ ബാങ്ക് 3.8%, NTPC 3.5%, ബാങ്ക് ഓഫ് ബറോഡ 3.4%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഫൈനാൻഷ്യൽ സർവീസസ് 36.5%, ക്യാപിറ്റൽ ഗുഡ്സ് 11.4%, ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻസ് 6.89%, ഹെൽത്ത് കെയർ 7.14%, കെമിക്കൽസ് 4.93%. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് കമ്പയർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1, 3, 5 അതുപോലെ തന്നെ ഫണ്ട് തുടങ്ങിയ അന്ന് തൊട്ട് ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 19.02%. രണ്ടാമത്തെ ബീറ്റയാണ്. ഇപ്പോൾ ഫണ്ട് ബീറ്റ് വരുന്നത് 0.94 അപ്പോൾ ഇത് കാണിക്കുന്നത് മാർക്കറ്റിനേക്കാളും ഫണ്ട് ലെസ് റിസ്കി ആണെന്നാണ്. ഇനി അടുത്ത് ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 0.41 അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 0.41 ടൈം എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ PTR ആണ്. ഇപ്പോൾ PTR വരുന്നത് 65%. അപ്പോൾ ഇത് കാണിക്കുന്നത് ഫണ്ട് മാനേജേഴ്സ് മോഡറേറ്റ്ലി ട്രേഡിംഗ് അപ്രോച്ചിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സിൽ നല്ലൊരു പോർഷൻ മാറ്റുന്നുണ്ട് ഇവിടെ. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫണ്ട് JM ELSS ടാക്സ് സേവർ ഫണ്ടാണ്. അപ്പോൾ ഫണ്ടിന് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് ICICI ബാങ്ക് 5.17%, L&T 4.72%, HDFC ബാങ്ക് 4.46%, അൾട്രാടെക് സിമെന്റ് 4.08%, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ 4%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ഫൈനാൻഷ്യൽ സർവീസസ് 29.07%, ക്യാപിറ്റൽ ഗുഡ്സ് 12.43%, കൺസ്യൂമർ ഗുഡ്സ് 9.53%, IT 8.23%, FMCG 6.73%. ഇനി നമുക്ക് ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് കമ്പയർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 1 അതുപോലെ 5 വർഷത്തിൽ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ മെയിൻ റേഷ്യോസ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കാം. അപ്പോൾ JM ELSS ടാക്സ് സേവർ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14.2%. അടുത്ത ബീറ്റ. അപ്പോൾ ബീറ്റ വരുന്നത് 0.94 അപ്പോൾ ഇത് കാണിക്കുന്നത് മാർക്കറ്റിനേക്കാളും ലെസ് റിസ്കി ആണ് ഈ ഫണ്ട് എന്നാണ്. ഇനി അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 0.89 അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 0.89 ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ PTR ആണ്. അപ്പോൾ PTR വരുന്നത് 121%. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫണ്ട് മാനേജേഴ്സ് അടുപ്പിച്ച് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് മാറ്റുന്നുണ്ടെന്നാണ്. അതായത് പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് അല്ല. നാലാമത്തെ ഫണ്ട് DSP ELSS ടാക്സ് സേവർ ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് HDFC ബാങ്ക് 7.55%, ICICI ബാങ്ക് 6.91%, SBI ബാങ്ക് 3.64%, ആക്സിസ് ബാങ്ക് 3.42%, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര 3.09%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ബാങ്ക് 24.3%, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ബയോടെക് 9.2%, IT സോഫ്റ്റ്വെയർ 9.1%, ഫൈനാൻസ് 8.6%, ഓട്ടോമൊബൈൽസ് 5.7%. ഇനി ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 1, 3, 5 അതുപോലെ തന്നെ ഫണ്ട് തുടങ്ങിയ അന്ന് തൊട്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ മെയിൻ റേഷ്യോസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ DSP ELSS ടാക്സ് സേവർ ഫണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് 13.35%. ബീറ്റ വരുന്നത് 0.93 അതായത് മാർക്കറ്റിനേക്കാളും ഫണ്ട് ലെസ് റിസ്കി ആണെന്നാണ്. അടുത്ത ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.14 അതായത് ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.14 ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആണ് വരുന്നത് 38%. അതായത് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് ഫണ്ട് മാനേജേഴ്സ് മാറ്റുന്നില്ല എന്നാണ്. അതായത് പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കൺസിസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ DSP ELSS ടാക്സ് സേവർ ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.72%. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് അതുപോലെ തന്നെ 5th ഫണ്ട് വരുന്നത് ബന്ധൻ ELSS ടാക്സ് സേവർ ഫണ്ടാണ്. അപ്പോൾ ടോപ്പ് 5 സ്റ്റോക്ക് ഹോൾഡിംഗ്സ് വരുന്നത് HDFC ബാങ്ക് 6.54%, ICICI ബാങ്ക് 5.89%, RIL 4.72%, ആക്സിസ് ബാങ്ക് 4.22%, ഇൻഫോസിസ് 3.76%. ഇനി ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കോമ്പോണൻസ് 11.3%, ക്യാപിറ്റൽ ഗുഡ്സ് 6.3%, കെമിക്കൽസ് 0.9%, കൺസ്ട്രക്ഷൻ 2.3%, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് 3.2%. ഇനി ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമുക്ക് റിട്ടേൺസ് കമ്പയർ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ 1, 3, 5 അതുപോലെ തന്നെ ഫണ്ട് തുടങ്ങിയ അന്ന് തൊട്ട് ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ടിൻ്റെ മെയിൻ റേഷ്യോസ് നോക്കാം.
അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ, അപ്പോൾ ഈ ഒരു ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 14.25%. ബീറ്റ വരുന്നത് 0.94, അതായത് ഫണ്ട് മാർക്കറ്റിനേക്കാളും ലെസ് റിസ്ക്കിയാണ്. ഇനി ഷാർപ്പ് റേഷ്യോ വരുന്നു 1.34, അതായത് നമ്മൾ ഒരു യൂണിറ്റ് റിസ്ക് നമ്മൾ എടുക്കുമ്പോൾ ഫണ്ട് 1.34 ടൈംസ് എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഫണ്ടിൻ്റെ PTR വരുന്നത് 24%, അതായത് ഫണ്ട് മാനേജേഴ്സ് പോർട്ട്ഫോളിയോ ഹോൾഡിങ്സ് അടുപ്പിച്ച് മാറ്റുന്നില്ല, അതായത് പോർട്ട്ഫോളിയോ സ്റ്റോക്സ് കൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബന്ധൻ ELSS ടാക്സ് സേവ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്തിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.6%. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങളിപ്പം ടാക്സ് സേവ് ചെയ്യണം, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ മറികടക്കുന്ന റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ELSS ഫണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ നോട്ട് ചെയ്യണം. അപ്പം ഇവിടെ നമ്മുടെ ലോക്ക് ഇൻ പീരീഡ് വരുന്നത് 3 വർഷമാണ്. സോ കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് സേവിങ് അതുപോലെ ഇക്വിറ്റീസിലേക്ക് നമുക്ക് എക്സ്പോഷർ ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Mutual fund investments are subject to market risk. Read all scheme-related documents carefully. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിൽ അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. म्यूचुअल फंड निवेश बाजार जोखिम के अधीन है. योजना संबंधी सभी दस्तावेजों को ध्यान से पढ़ें. Mutual fund investments are subject to market risks. Read all scheme-related documents carefully.